ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു പായസം നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിതൊരു ഈദിനുണ്ടാക്കിയ ഒരു പായസമാണ്. അപ്പം എല്ലാവരും കുടിച്ചിട്ട് നല്ലൊരു അഭിപ്രായം തന്നെ പറഞ്ഞിട്ടുള്ള നല്ലൊരു പായസമാണിത്. അതേപോലെ ഇത് വലിയ ജോലിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഈ പായസം എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം നമുക്ക്. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത്ര അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഈ നെയ്യിൽ നിന്ന് മാറ്റുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സേമിയ ഇട്ട് കൊടുക്കുക. ഈ സേമിയ ഈ നെയ്യിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആകുന്നത് വരെ ഒന്ന് വറുത്താൽ മതി. അപ്പോൾ നമ്മളെ സേമിയ ഇവിടെ കളർ നന്നായിട്ട് തന്നെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിലോട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സേമിയക്ക് കുറച്ച് മുകളിലോട്ടായിട്ട് വേണം ഈ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് സാധാരണ വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം, പക്ഷെ തിളച്ച വെള്ളമാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇനി ഈ സേമിയയിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയാണ് ചേർക്കുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞ് നമ്മൾ പാലൊക്കെ ഒഴിച്ചാൽ അപ്പോൾ അതിനനുസരിച്ച് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഈ സേമിയ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. തിളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇത് 5 മിനിറ്റ് ആയിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇത് നമ്മളെ സേമിയ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ക്യാരറ്റാണ്. ഞാനിപ്പോൾ ഒരു 2 മീഡിയം സൈസ് ക്യാരറ്റ് പുഴുങ്ങിയിട്ട് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് അരച്ചെടുത്തതാണ്. അപ്പോൾ ഇത് ഈ സേമിയയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ക്യാരറ്റിൻ്റെ ഒരു പായസം, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ പോയിട്ട് കാണുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അതിലോട്ട് പോയിട്ട് ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം തന്നെയാണ്. അപ്പോൾ ഇതിവിടെ നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ പായസത്തിന് ആവശ്യമായിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 കപ്പോളം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 ലിറ്റർ പാലിൻ്റെ അടുത്തുണ്ടാവും. നമ്മൾ ക്യാരറ്റ് അരച്ച ആ മിക്സിയുടെ ജാറിൽ ഒരു 2-3 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് കഴുകിയെടുത്തിട്ടുള്ള ഒരു വെള്ളമാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. മിക്സിയുടെ ജാറിലുള്ള വെള്ളം. അപ്പോൾ അതും കൂടി ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സമയത്ത് നമ്മൾ മധുരമൊക്കെ നോക്കാം. മധുരം പോരെങ്കിൽ ഈ സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതല്ല നിങ്ങളെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മിൽക്ക് മെയ്ഡ് കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും നമ്മളെ പായസത്തിന്. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങളെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവൊന്ന് കൂട്ടിക്കൊടുത്താൽ മതി. ഇനി നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഏലക്കായ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഈ ഒരു സമയത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ വാനില എസൻസ് നിങ്ങളെടുത്തുണ്ടെങ്കിൽ 1-2 ഡ്രോപ്സ് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു തിക്കിലാണ് ഉണ്ടാവുക. പക്ഷെ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നല്ല കറക്റ്റ് തിക്കിൽ തന്നെ നമ്മളെ പായസം കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വെക്കാം. അപ്പോൾ നമ്മളെ പായസം ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്കിലാണ് പായസം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് തിക്കാണ് ഇപ്പോൾ ഇത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കണമെങ്കിൽ ചെറു ചൂടുവെള്ളമോ അല്ലെങ്കിൽ പാലോ ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കുക. അതല്ല ഈ ഒരു തിക്കിൽ തന്നെ മതിയെങ്കിൽ ഇങ്ങനെയെങ്കിലും സെർവ് ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ സേമിയ പായസം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ഈ ഒരു രീതിയിലുള്ള സേമിയ പായസം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് അറിയിക്കുക. അതേപോലെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ എൻ്റെ ചാനൽ ഇപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കണും കാണും, ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള ഈസി റെസിപ്പീസ് ഞാൻ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എളുപ്പത്തിലുള്ള ഇതേപോലുള്ള റെസിപ്പീസായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് കാണാം. താങ്ക് യു.